ഹലോ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ടുകളും ഫ്ലിപ്പ് ഫ്ലോപ്പുകളും എന്നൊരു ലേഖനമാണ്. അപ്പോൾ ഡിജിറ്റൽ ലോജിക്കിലൊരു പ്രധാന വിഷയമാണല്ലോ ഇത്. അതെ, വളരെ പ്രധാനം. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കാര്യങ്ങൾ ഓർക്കുന്നതെന്നും ഒരു ക്രമത്തിൽ ഓരോന്ന് ചെയ്യുന്നതെന്നും നമുക്ക് ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം, അല്ലേ? തീർച്ചയായും. ഈ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഉണ്ടല്ലോ, അത് ഇപ്പോഴത്തെ ഇൻപുട്ട് എന്താണോ അത് വെച്ചൊരു ഔട്ട്പുട്ട് തരും. പക്ഷേ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് അങ്ങനെയല്ല. അത് മുൻപ് എന്ത് സംഭവിച്ചു എന്നൊരു ഓർമ്മ, അതാണ് മെമ്മറി. അതും കൂടി വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശരി. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നടക്കുന്ന ഓപ്പറേഷൻസിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം ഇത് തന്നെയാവും. അതെ, തീർച്ചയായും. വാട്ട് ആർ സീക്വൻഷ്യൽ സർക്യൂട്ട്സ്? അപ്പൊ എന്താണ് ഈ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് ഒന്നുകൂടി പറഞ്ഞാൽ, സാധാരണ ലോജിക് ഗേറ്റുകൾ, അതായത് കോമ്പിനേഷണൽ ലോജിക്, ഫ്ലിപ്പ് ഫ്ലോപ്സ്. അതെ, കറക്റ്റ്. ആ മെമ്മറി എലമെന്റ്സ് ആണ് സർക്യൂട്ടിന്റെ അപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥ. അതായത് 0 1 എന്നൊക്കെയുള്ള വിവരം സംഭരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് തീരുമാനിക്കാൻ ഇപ്പോഴത്തെ ഇൻപുട്ട് മാത്രം പോരാ, ഈ പഴയ സ്റ്റേറ്റ് എന്തായിരുന്നു എന്നും കൂടി നോക്കണം. റൈറ്റ്. ഇതിനൊരു താളം വേണ്ടേ? സമയം വേണം. അവിടെയാണ് സിസ്റ്റം ക്ലോക്ക് വരുന്നത്, ഒരു താളം കൊടുക്കാൻ. ആഹാ. അപ്പോ ഈ ക്ലോക്ക് വെച്ച് നോക്കുമ്പോൾ പ്രവർത്തന രീതിയിലും വ്യത്യാസം കാണുമല്ലോ. സിങ്ക്രണസ് എന്നും എസിങ്ക്രണസ് എന്നും 2 തരമുണ്ടെന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതെന്താണ്? ഉണ്ട്. സിങ്ക്രണസ് സർക്യൂട്ടുകളിൽ എല്ലാ മാറ്റങ്ങളും, അതായത് ഈ സ്റ്റേറ്റ് മാറുന്നതൊക്കെ ക്ലോക്ക് പൾസ് വരുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ ആ ഒരു താളത്തിൽ മാത്രം നടക്കും. ഒരു കൃത്യസമയത്ത്. അതെ. അതുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഒരു സ്ഥിരതയുണ്ട്. ശരി. എന്നാൽ ഏസിൻക്രണസ് സർക്യൂട്ടുകൾക്ക് ഈ ക്ലോക്ക് നിയന്ത്രണമില്ല. ഇൻപുട്ടിൽ ഒരു മാറ്റം വന്നാൽ അപ്പോൾ തന്നെ ഔട്ട്പുട്ടിൽ മാറ്റം വരാം. ഓഹോ. ഇത് ചിലപ്പോൾ കുറച്ചു വേഗത തരുമെങ്കിലും ഈ പ്രോപ്പഗേഷൻ ഡിലേ കാരണം ടൈമിംഗ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഡിസൈൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായിരിക്കും മിക്ക സിസ്റ്റങ്ങളിലും സിങ്ക്രണസ് ഡിസൈൻ കൂടുതലായി കാണുന്നത്. അതെ, അതാണ് കാരണം. കൂടുതൽ റിലയബിൾ ആണ്. ലാച്ചസ്, ദ ബേസിക് മെമ്മറി എലമെന്റ്. ഓക്കെ. അപ്പോൾ ആ മെമ്മറി എലമെന്റിലേക്ക് വരാം. ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ലാച്ചുകളെ പറ്റി പറയുന്നുണ്ടല്ലോ. എന്താണവ? ഒരു ബിറ്റ് ഡാറ്റ അതിനെ പിടിച്ചു വെക്കാനുള്ള ഏറ്റവും ബേസിക് രൂപം. അതെ, ഏറ്റവും ലളിതമായ ലാച്ചാണ് SR ലാച്ച്, സെറ്റ് റീസെറ്റ് ലാച്ച്. ഇതിന് എസും ആറും എന്നും 2 ഇൻപുട്ടുണ്ട്. S=1 ആക്കിയാൽ ഔട്ട്പുട്ട് Q 1 ആവും. നമ്മൾ പറയും ലാച്ച് സെറ്റായി എന്ന്. R=1 ആക്കിയാൽ Q 0 ആവും, റീസെറ്റായി. സിമ്പിൾ ആണല്ലോ. പക്ഷേ എസും ആറും ഒന്നായാലോ? S=1, R=1 ണമെന്ന് നിയന്ത്രിക്കാനുമാണ് ക്ലോക്ക്ഡ് SR ലാച്ച് വരുന്നത്. ക്ലോക്ക് വെച്ച് നിയന്ത്രിക്കും. അതെ, ഒരു ക്ലോക്ക് സിഗ്നൽ എനേബിൾ ആവുമ്പോൾ അല്ലെങ്കിൽ ആക്റ്റീവ് ആവുമ്പോൾ മാത്രമേ SR ഇൻപുട്ട് അനുസരിച്ച് ഔട്ട്പുട്ട് മാറും. കൊള്ളാം. അപ്പോ മറ്റേ പ്രശ്നം തീർന്നോ? S=1, R=1? ഇല്ല, ആ പ്രശ്നം അപ്പോഴും അവിടെ ബാക്കിയാണ്. ഈ ക്ലോക്ക്ഡ് SR ലാച്ചിലും S=1, R=1 കൊടുത്താൽ പ്രശ്നമാണ്. അപ്പോ അതിനൊരു പരിഹാരമായിട്ടാണ് D ലാച്ച് അഥവാ ഡാറ്റ ലാച്ച് വരുന്നത്. അതിനൊറ്റ ഇൻപുട്ടേ ഉള്ളൂ, D എന്ന് പറയും. ഓക്കെ. ക്ലോക്ക് എനേബിൾ ആയിരിക്കുമ്പോൾ ഡിയിൽ എന്താണോ കൊടുക്കുന്നത് അത് നേരെ ഔട്ട്പുട്ട് Qയിൽ വരും. അത്രയുള്ളൂ. S=1, R=1 എന്ന തലവേദനയില്ല. ഫ്ലിപ്പ് ഫ്ലോപ്സ്, എഡ്ജ് ട്രിഗേർഡ് മെമ്മറി. മനസ്സിലായി. അപ്പോൾ ഈ ലാച്ചുകൾക്ക്, പ്രത്യേകിച്ച് ക്ലോക്ക് ഉള്ളവയ്ക്ക്, ക്ലോക്ക് ഓൺ ആയിരിക്കുന്നിടത്തോളം കാലം ഇൻപുട്ട് മാറിയാൽ ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കാം, അല്ലേ? ലെവൽ ട്രിഗേർഡ് എന്ന് പറയുന്ന അവസ്ഥ. അതെ അതെ. ക്ലോക്ക് ഹൈ ആയിരിക്കുന്ന മുഴുവൻ സമയത്തും ഇൻപുട്ട് മാറിയാൽ ഔട്ട്പുട്ട് അതിനനുസരിച്ച് മാറും. ഈയൊരു പ്രശ്നം കൂടി പരിഹരിക്കാനാണോ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉപയോഗിക്കുന്നത്? വളരെ ശരിയാണ്. അതാണ് പ്രധാന വ്യത്യാസം. ഫ്ലിപ്പ് ഫ്ലോപ്സ് സാധാരണയായി എഡ്ജ് ട്രിഗേർഡ് ആണ്. എഡ്ജ് ട്രിഗേർഡ് അതായത് ക്ലോക്ക് സിഗ്നൽ 0 നിന്ന് 1 മാറുന്ന ആ ഒരു നിമിഷം, അതിനെ റൈസിംഗ് എഡ്ജ് എന്ന് പറയും. അല്ലെങ്കിൽ 1 നിന്ന് 0 മാറുന്ന നിമിഷം, ഫോളിംഗ് എഡ്ജ്. ആ ഒരു എഡ്ജിൽ മാത്രം ഇൻപുട്ടിനെ നോക്കി ഔട്ട്പുട്ട് മാറ്റും. അല്ലാതെ ക്ലോക്ക് ഓൺ ആയിരിക്കുന്ന മുഴുവൻ സമയത്തും മാറ്റം വരില്ല. ഇല്ല, ആ ഒരു പോയിന്റിൽ മാത്രം. ഇത് സർക്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് ഭയങ്കര കൃത്യതയും സ്ഥിരതയും കൊടുക്കും.
ശരിക്കും പറഞ്ഞാൽ ഈ എഡ്ജ് ട്രിഗറിംഗ് എന്ന ആശയം വന്നതുകൊണ്ടാണ് ഇത്രയും സങ്കീർണമായ സിങ്ക്രണസ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. കൊള്ളാം. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്ലിപ്പ് ഫ്ലോപ്പ് തരങ്ങൾ? JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് മറ്റേ SR ലെ S=1 R=1 പ്രശ്നം പരിഹരിച്ചു. അതെങ്ങനെ? JKയിൽ J=1ഉം K=1ഉം ആക്കുമ്പോൾ അത് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിനെ നേരെ തിരിച്ചിടും, ടോഗിൾ ചെയ്യും. 0 ഒന്നാക്കും, 1 0 ഓഹോ, ടോഗിൾ. ഇത് കൗണ്ടറുകളിലൊക്കെ ഉപയോഗിക്കാമല്ലോ. അതെ, കറക്റ്റ്. അവിടെയാണ് ഇതിന്റെ പ്രധാന ഉപയോഗം. പിന്നെ T ഫ്ലിപ്പ് ഫ്ലോപ്പ്, ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അത് ഈ JKയുടെ Jയും Kയും ഒന്നിച്ചു കിട്ടിയ പോലെയാണ്. T ഇൻപുട്ട് T=1 ആണെങ്കിൽ ടോഗിൾ ചെയ്യും, T=0 ആണെങ്കിൽ പഴയ അവസ്ഥയിൽ തുടരും. സിമ്പിൾ. പിന്നെയുള്ളത് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത് D ലാച്ചിന്റെ എഡ്ജ് ട്രിഗേർഡ് രൂപമാണെന്ന് പറയാം. ക്ലോക്ക് എഡ്ജ് വരുമ്പോൾ D ഇൻപുട്ടിൽ എന്താണോ അത് ക്യൂവിൽ സ്റ്റോർ ചെയ്യും. ഡാറ്റ രജിസ്റ്ററുകളിലൊക്കെ ഇതാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഓക്കെ. അണ്ടർസ്റ്റാൻഡിംഗ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിഹേവിയർ, എക്സൈറ്റേഷൻ ടേബിൾസ്. ഇനി ഈ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇപ്പോൾ ഒരു അവസ്ഥയിലാണ്, അടുത്ത ക്ലോക്കിൽ അത് വേറൊരു അവസ്ഥയിലേക്ക് മാറണം. അതിന് എന്ത് ഇൻപുട്ട് കൊടുക്കണമെന്ന് അറിയണ്ടേ? അറിയണം. അതിനാണോ ഈ എക്സൈറ്റേഷൻ ടേബിൾസ് ഉപയോഗിക്കുന്നത്? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് ഉപയോഗം. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ QT, നമുക്ക് വേണ്ട അടുത്ത അവസ്ഥ QT+1, ഇത് രണ്ടും അറിയാമെങ്കിൽ അതിലേക്ക് എത്താൻ എന്ത് ഇൻപുട്ടുകൾ, ഉദാഹരണത്തിന് Jയും Kയും കൊടുക്കണമെന്ന് പറയുന്ന ടേബിളാണ് എക്സൈറ്റേഷൻ ടേബിൾ. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇപ്പോൾ 0 QT=0. അടുത്ത ക്ലോക്കിൽ അത് 1 ആവണം, QT+1=1. എങ്കിൽ J ഇൻപുട്ട് നിർബന്ധമായും 1 ആയിരിക്കണം. K ഇൻപുട്ട് 0 1 ആകാം, ഏതായാലും കുഴപ്പമില്ല. അതിനെ നമ്മൾ ഡോണ്ട് കെയർ X എന്ന് പറയും. അപ്പോൾ ടേബിളിൽ J=1 K=X എന്നായിരിക്കും. ഓഹോ, ഇത് ഡിസൈൻ ചെയ്യാൻ വളരെ സഹായകമാവുമല്ലോ. അതെ, സർക്യൂട്ട് ഡിസൈനിന് ഇത് അത്യാവശ്യമാണ്. മറ്റേ ക്യാരക്ടറിസ്റ്റിക് ടേബിളുണ്ട്. അത് ഇപ്പോഴത്തെ അവസ്ഥയും ഇൻപുട്ടും തന്നാൽ അടുത്ത അവസ്ഥ എന്തായിരിക്കും എന്നു പറയും. അത് അനാലിസിസിനാണ് കൂടുതൽ ഉപയോഗം. ശരി, വ്യത്യാസം മനസ്സിലായി. അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്, മാസ്റ്റർ സ്ലേവ് ആൻഡ് എഡ്ജ് ട്രിഗേർഡ്. ഈ ലേഖനത്തിൽ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നും ഒരെണ്ണം പറയുന്നുണ്ട്. അതെന്താണ് സംഭവം? അത് ചില പ്രത്യേക പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ടെക്നിക്കായിരുന്നു. ഈ റേസ് കണ്ടീഷൻ എന്നൊക്കെ പറയും. അതായത് ഒരേ ക്ലോക്ക് പൾസിന്റെ സമയത്ത് തന്നെ ഔട്ട്പുട്ട് മാറി അത് തിരിച്ച് ഇൻപുട്ടിൽ കയറി വീണ്ടും ഔട്ട്പുട്ടിനെ സ്വാധീനിക്കുന്ന അവസ്ഥ. ഓ, ഒരു ലൂപ്പ് പോലെ. അതെ, അതൊഴിവാക്കാൻ 2 സ്റ്റേജുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കി. ഒരു മാസ്റ്റർ ഭാഗവും ഒരു സ്ലേവ് ഭാഗവും. ഓക്കെ. ക്ലോക്ക് പൾസിന്റെ ഒരു ഭാഗത്ത് ചിലപ്പോ ഹൈ ലെവലില് മാസ്റ്റർ ഇൻപുട്ട് എടുത്ത് അതിന്റെ അവസ്ഥ മാറ്റും. എന്നിട്ട് ക്ലോക്ക് പൾസിന്റെ അടുത്ത ഭാഗത്ത് ചിലപ്പോൾ ലോ ലെവലില് മാസ്റ്ററിൽ വന്ന ആ ഔട്ട്പുട്ടിനെ സ്ലേവിലേക്ക് കൊടുക്കും. അതാണ് കുടുംബിൽ ഔട്ട്പുട്ടായി വരുന്നത്. അപ്പോ മാറ്റങ്ങൾ 2 ഘട്ടമായി നടക്കുന്നു. അതെ, ഇത് ആ ടൈമിംഗ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ കൂടുതലും എഡ്ജ് ട്രിഗേർഡ് അല്ലേ ഉപയോഗിക്കുന്നത്? അതെ, മാസ്റ്റർ സ്ലേവ് ഒരു പരിഹാരമായിരുന്നെങ്കിലും ഈ എഡ്ജ് ട്രിഗേർഡ് ഡിസൈനുകൾ കുറച്ചുകൂടി എലിഗന്റും എഫിഷ്യന്റുമാണ്. ക്ലോക്കിന്റെ ആ ഒരു കൃത്യം പോയിന്റിൽ മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് ടൈമിംഗ് കൺട്രോൾ വളരെ നന്നായി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ മിക്ക സിങ്ക്രോണസ് സർക്യൂട്ട്സിലും എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് തന്നെയാണ് സ്റ്റാൻഡേർഡ്. കൊള്ളാം, വളരെ വ്യക്തമായി. അപ്പോ ഇൻപുട്ടിനൊപ്പം പഴയ കാര്യങ്ങൾ ഓർത്ത് പ്രവർത്തിക്കുന്ന സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, അതിന്റെ ബേസിക് യൂണിറ്റായ ലാച്ചസ്, പിന്നെയുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചു വന്ന എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് JK, T, D ഒക്കെ. പിന്നെ അതിന്റെയൊക്കെ സ്വഭാവം മനസ്സിലാക്കാനുള്ള എക്സൈറ്റേഷൻ ടേബിൾസ്, മാസ്റ്റർ സ്ലേവ് പോലുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആശയങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് ഓടിച്ചു നോക്കി. അതെ, ഓർക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും ഒരു ബിറ്റ് ഡാറ്റ മാത്രം ഓർക്കുന്ന ഒരു കുഞ്ഞു സ്വിച്ച് പോലെയാണ്. പക്ഷേ ഇത് കോടിക്കണക്കിന് ഒരുമിച്ച് ചേർത്ത് കൃത്യമായ സമയക്രമത്തിൽ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളുമൊക്കെ സാധ്യമാവുന്നത്. അതിന്റെ പിന്നിലെ ലോജിക്ക് അത്രയും വലുതാണ്. തീർച്ചയായും.
അപ്പോ കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത. ഒരു ആധുനിക പ്രോസസ്സറിനുള്ളിൽ ഇങ്ങനെ കോടിക്കണക്കിന് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടാവാം. ഇവയെല്ലാം ഒരേ താളത്തിൽ നാനോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ പ്രവർത്തിക്കണം. ഈ ഒരു സിംഫണി ഇത് തെറ്റാതെ കൊണ്ടുപോകുക എന്നത് എത്ര വലിയ വെല്ലുവിളിയായിരിക്കും. ഒരു ചെറിയ ടൈമിംഗ് പിഴവ് വന്നാൽ പോലും സിസ്റ്റം മൊത്തത്തിൽ തകരാറിലാവാം. ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ പുതിയ ഒരു വിഷയവുമായി കാണാം. തീർച്ചയായും. നമസ്കാരം. നന്ദി.